ആഗോള ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സെന്റിമെന്റൽ ട്രാപ്പ് ഉണ്ട്. നോക്കിയയുടെ തകർച്ചയെക്കുറിച്ചുള്ള കഥയാണത്. അവർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ ആൻഡ്രോയിഡിനെ അവഗണിച്ചു. പാവം നോക്കിയ പരാജയപ്പെട്ടു. ഒരു സാധാരണ ഉപഭോക്താവിനെ വിശ്വസിപ്പിക്കാൻ എളുപ്പമുള്ള കഥ. എന്നാൽ സത്യം മറ്റൊന്നാണ്. 2007 ലോകത്തെ മൊബൈൽ വിപണിയുടെ 49.4% നിയന്ത്രിച്ചിരുന്ന ഒരു കുത്തക സ്ഥാപനം വെറും 6 വർഷത്തിനുള്ളിൽ തങ്ങളുടെ കോർ ബിസിനസ് വെറും $7.2 ബില്യൺ മൈക്രോസോഫ്റ്റിന് വിൽക്കുന്നു. ഇത് വെറും ഒരു ബിസിനസ് പരാജയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യഥാർത്ഥത്തിൽ നടന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിതമായ ഒരു അസറ്റ് സ്ട്രിപ്പിംഗ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കൺട്രോൾഡ് ഡിമോളിഷൻ ആണ്. നോക്കിയ തകർന്നു പോയതല്ല, മറിച്ച് നോക്കിയയുടെ ഹാൻഡ്സെറ്റ് ഡിവിഷൻ എന്ന ലാഭകരമായ അസറ്റിനെ അതിന്റെ യഥാർത്ഥ മൂല്യത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്ന് മറ്റൊരു വമ്പന് വിഴുങ്ങാൻ പാകത്തിൽ പരുവപ്പെടുത്തിയെടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസൈഡർ ഗെയിമാണിത്. 2026 ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നോക്കിയയുടെ തകർച്ച ഒരു പാഠമല്ല, അതൊരു തെളിവാണ്. മൂലധനത്തിന് എങ്ങനെ ഒരു രാജ്യത്തിന്റെ അഭിമാനമായ ബ്രാൻഡിനെ ഒരു വെറും ഷെൽ കമ്പനിയാക്കി മാറ്റാം എന്നതിന്റെ തെളിവ്. ഈ റിപ്പോർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളെ കുറിച്ചല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർക്കിടെക്ചർ ഓഫ് ഡിസപ്ഷനെ കുറിച്ചാണ്. 2011 ഫെബ്രുവരി 11 നോക്കിയയുടെ അന്നത്തെ CEO സ്റ്റീഫൻ എലോപ്പ് പുറത്തിറക്കിയ ആ വിഖ്യാതമായ ബേണിംഗ് പ്ലാറ്റ്ഫോം മെമ്മോ. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് തീ പിടിച്ചിരിക്കുന്നു, അതിനാൽ നമ്മൾ കടലിലേക്ക് ചാടണം എന്നതായിരുന്നു ആ ലോജിക്. അവരുടെ വാദങ്ങൾ ഇവയായിരുന്നു. സിംബിയൻ OS കാലഹരണപ്പെട്ടു. ഐഫോണിനോടും ആൻഡ്രോയിഡിനോടും മത്സരിക്കാൻ സിംബിയന് കഴിയില്ല. നോക്കിയയുടെ ആഭ്യന്തരമായ സോഫ്റ്റ്വെയർ നിർമ്മാണം പരാജയപ്പെട്ടു. മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഫോൺ സ്വീകരിക്കുന്നതിലൂടെ ഒരു തേർഡ് എക്കോസിസ്റ്റം നിർമ്മിക്കാം. ഈ നീക്കം ഇറാഷണൽ അല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചു. ഒരു വശത്ത് ആപ്പിളിന്റെ ക്ലോസ്ഡ് എക്കോസിസ്റ്റം, മറുവശത്ത് ഗൂഗിളിന്റെ ഓപ്പൺ എക്കോസിസ്റ്റം. ഇതിനിടയിൽ മൈക്രോസോഫ്റ്റുമായി ചേരുന്നതിലൂടെ നോക്കിയയ്ക്ക് തനതായ ഒരു വ്യക്തിത്വം നിലനിർത്താം എന്നതായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ വിശദീകരണം. മൈക്രോസോഫ്റ്റ് നൽകുന്ന ഫണ്ടും വിൻഡോസ് OSന്റെ സുരക്ഷയും ചേർന്ന് നോക്കിയയെ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ നോക്കിയയുടെ ഇൻവെസ്റ്റർമാർക്കും പൊതുസമൂഹത്തിനും കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞത് പകുതി സത്യമായിരുന്നു. സിസ്റ്റത്തിൽ ചില പഴുതുകൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ആ പഴുതുകൾ അടയ്ക്കാനല്ല, മറിച്ച് അവ വലുതാക്കാനാണ് പിന്നീട് നടന്ന നീക്കങ്ങൾ സഹായിച്ചത്. ഇതൊരു ഗംഭീരമായ കോർപ്പറേറ്റ് തിരക്കഥയാണ്. കാരണം ഇത് വിശ്വസിച്ചാൽ പിന്നെ ചോദ്യങ്ങളില്ല. എന്നാൽ ടയർ 1 ഡേറ്റ ഈ കഥയുമായി ഒത്തുപോകുന്നില്ല. ഇനി നമുക്ക് SEC ഫയലിംഗ്സിലേക്കും നോക്കിയയുടെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടുകളിലേക്കും കടക്കാം. ഏറ്റവും വലിയ സിസ്റ്റമിക് നുണ എന്താണ്? നോക്കിയയ്ക്ക് വിൻഡോസ് അല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. പക്ഷെ സത്യം അതാണോ? സ്റ്റീഫൻ എലോപ്പ് നോക്കിയയുടെ CEO ആയി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം മൈക്രോസോഫ്റ്റിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർമാരിൽ ഒരാളായിരുന്നു. ഇതിനെ കോർപ്പറേറ്റ് ലോകത്ത് ട്രോജൻ ഹോഴ്സ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നു. ഇനി ഡേറ്റ നോക്കാം. വിൻഡോസ് ഫോണിലേക്ക് മാറുന്നതിന് തൊട്ടു മുൻപ് നോക്കിയ വികസിപ്പിച്ചെടുത്ത മീഗോ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിപണിയിൽ വലിയ തരംഗമായിരുന്നു. എന്നാൽ ആ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് വിപണിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് എലോപ്പ് തന്റെ ബേണിംഗ് പ്ലാറ്റ്ഫോം മെമ്മോ പുറത്തുവിട്ടു. ഇതിന്റെ ഫലം എന്തായിരുന്നു? നോക്കിയ ഫോണുകൾ വാങ്ങാനിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പിൻവാങ്ങി. സെയിൽസ് കുത്തനെ ഇടിഞ്ഞു. ബാങ്കുകളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ കാണാത്തതുപോലെ നോക്കിയ ബോർഡ് ഈ സെൽഫ് സാബോട്ടേജ് കണ്ടില്ല എന്ന് നടിച്ചു. 2011 മുതൽ 2013 വരെയുള്ള കാലയളവിൽ നോക്കിയയുടെ മാർക്കറ്റ് വാല്യൂ 85% ഇടിഞ്ഞത്. ഈ ഇടിവുണ്ടായതുകൊണ്ട് മാത്രമാണ് മൈക്രോസോഫ്റ്റിന് വെറും $7.2 ബില്യൺ എന്ന തുച്ഛമായ തുകയ്ക്ക് നോക്കിയയുടെ ഹാൻഡ്സെറ്റ് ബിസിനസ് വാങ്ങാൻ കഴിഞ്ഞത്. ഇതൊരു ബിസിനസ് മാതൃകയാണ്. ഒരു കമ്പനിയെ അകത്തുനിന്ന് നശിപ്പിക്കുക, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തകർക്കുക, എന്നിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച മറ്റൊരു സ്ഥാപനത്തിന് അത് കൈമാറുക. നോക്കിയയുടെ ബോർഡ് ഈ പ്രക്രിയയ്ക്ക് അനുമതി നൽകിയത് വെറുമൊരു മേൽനോട്ട പിഴവല്ല, അതൊരു ഇൻസെന്റീവ് സ്ട്രക്ചർ ആയിരുന്നു. അവർക്ക് സിസ്റ്റം തെറ്റിയതല്ല, സിസ്റ്റം കൃത്യമായി ആർക്ക് വേണ്ടി പ്രവർത്തിക്കണമോ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. നമുക്ക് പണത്തിന്റെ സഞ്ചാരം പരിശോധിക്കാം. ഈ ബിസിനസ് മാതൃക വർക്ക് ചെയ്തിരുന്നത് ഒരു മൾട്ടി ലെയർ എക്സിറ്റ് സ്ട്രാറ്റജിയിലാണ്. ആരാണ് ഇവിടെ റിസ്ക് എടുത്തത്? ഫിൻലൻഡ് എന്ന രാജ്യം. നോക്കിയയുടെ വീഴ്ചയോടെ ഫിൻലൻഡിന്റെ കോർപ്പറേറ്റ് ടാക്സ് വരുമാനത്തിൽ വൻ ഇടിവുണ്ടായി. 10,000 തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആഗോള വിപണിയിൽ നോക്കിയെ വിശ്വസിച്ച ചെറിയ ഇൻവെസ്റ്റർമാർക്ക് അവരുടെ സമ്പാദ്യം നഷ്ടമായി. എന്നാൽ ആരാണിവിടെ ലാഭം കൊയ്തത്? സ്റ്റീഫൻ എലോപ്പ് നോക്കിയയിൽ നിന്ന് രാജിവെച്ച് മൈക്രോസോഫ്റ്റിലേക്ക് തിരികെ പോയപ്പോൾ അദ്ദേഹം കൈപ്പറ്റിയത് $25.4 മില്യൺ ബോണസാണ്.
ഒരു കമ്പനിയെ തകർച്ചയിലേക്ക് നയിച്ച ഒരാൾക്ക് ലഭിച്ച പ്രതിഫലം. ഇത് വെറും ഒരു ശമ്പളമല്ല, ഇതൊരു സക്സസ് ഫീ ആണ്. നോക്കിയയുടെ ഹാൻഡ്സെറ്റ് ഡിവിഷനെ വിജയകരമായി മൈക്രോസോഫ്റ്റിന് എത്തിച്ചു കൊടുത്തതിനുള്ള ഫീ. മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലാഭകരമായ ഇടപാടായിരുന്നു. നോക്കിയയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണ ഫലങ്ങളും ആയിരക്കണക്കിന് പേറ്റന്റുകളും അവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമായി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് റിസ്ക്കും ലാഭവും തമ്മിലുള്ള കണക്കുകൂട്ടലാണ്. എപ്സ്റ്റീൻ ഫയലുകളിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെയും നിയമലംഘനമോ നൈതികതയോ പ്രശ്നമല്ല. ബോർഡ് റൂമുകൾക്ക് ഈ തകർച്ചകൾ ബിസിനസ് നടത്തുന്നതിന്റെ വെറും ഒരു ചിലവ് മാത്രമാണ്. ചരിത്രത്തിൽ ഇതിന് സമാനമായ നിരവധി പാറ്റേണുകൾ കാണാം. ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീകേ ബൈ ഡിസൈൻ എന്ന് വിളിക്കാം. നോക്കിയയുടെ കഥയും നമ്മൾ നേരത്തെ കണ്ട ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ ബാങ്കിംഗ് സിസ്റ്റവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ടിലും സിസ്റ്റം പരാജയപ്പെട്ടുവെന്ന് തോന്നിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പവർ സ്ട്രക്ചറുകൾ തങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സമാനമായ ഒരു പാറ്റേൺ നമ്മൾ യാഹൂവിന്റെ കാര്യത്തിലും കണ്ടു. മെരിസ മേയർ CEO ആയി വന്നതും പിന്നീട് വെറൈസൺ യാഹൂവിനെ ഏറ്റെടുത്തതും നോക്കിയയുടെ കഥയുമായി ഏറെ സാമ്യമുള്ളതാണ്. ഇൻസൈഡർമാർക്ക് വലിയ ബോണസുകൾ ലഭിക്കുന്നു, സാധാരണ ഷെയർ ഹോൾഡർമാർക്ക് മൂല്യം നഷ്ടപ്പെടുന്നു. സോഷ്യോളജിയിൽ ഇതിനെ എലീറ്റ് ക്യാപ്ചർ എന്ന് വിളിക്കുന്നു. ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഒരു വലിയ പ്രസ്ഥാനത്തെ തന്നെ ബലി കൊടുക്കുന്നു. അവർ ഒരിക്കലും തങ്ങളിൽ ഒരാളെ ഒറ്റിക്കൊടുക്കില്ല. സ്റ്റീഫൻ എലോപ്പിനെ നോക്കിയ ബോർഡ് പുറത്താക്കാത്തത് അതുകൊണ്ടാണ്. പരസ്പര നാശം ഉറപ്പായ ഒരവസ്ഥയാണത്. താൻ പിടിക്കപ്പെട്ടാൽ ബോർഡിലെ മറ്റ് വമ്പന്മാരും താഴെ വീഴുമെന്ന് എലോപ്പിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് ആ പ്ലാറ്റ്ഫോമിന് തീയിട്ടു. യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടപ്പെടുന്നത് വിപണിയിലുള്ള വിശ്വാസമാണ്. നോക്കിയയുടെ തകർച്ച വെറുമൊരു ഫോൺ കമ്പനിയുടെ തകർച്ചയല്ല, അതൊരു സിസ്റ്റമിക് മെക്കാനിസമാണ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് കൊലപാതകം നടത്താനും അത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് സംഭവിച്ച തകർച്ചയായി ബ്രാൻഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ നീതി എന്നത് ഒരു പൊതു സ്വത്തല്ലാതാകുന്നു, അതൊരു കോർപ്പറേറ്റ് അസറ്റായി മാറുന്നു. ഒരു സാധാരണക്കാരൻ പരാജയപ്പെട്ടാൽ അവനെ സിസ്റ്റം ശിക്ഷിക്കും. എന്നാൽ ഒരു കോർപ്പറേറ്റ് ഭീമൻ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയാൽ അവന് $1 മില്യൺ ഗോൾഡൻ പാരച്യൂട്ട് നൽകി രക്ഷപ്പെടുത്തും. നീതിന്യായ വ്യവസ്ഥയുടെയും ബാങ്കിംഗ് സംവിധാനത്തിന്റെയും പൂർണ്ണമായ സ്വകാര്യവൽക്കരണമാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്ത 12 മാസത്തേക്ക് വികാരങ്ങൾ മാറ്റിവെച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ അടിസ്ഥാനമാക്കി ഈ ട്രെൻഡുകൾ മാത്രം നിരീക്ഷിക്കുക. നോക്കിയ ടെക്നോളജീസ് ലൈസൻസിംഗ് റവന്യൂ. ഫോൺ വിൽക്കാതെ തന്നെ നോക്കിയ മറ്റു കമ്പനികളിൽ നിന്ന് എത്രത്തോളം റോയൽറ്റി ഈടാക്കുന്നു? ഇതൊരു ഇൻവിസിബിൾ ടാക്സ് ആണ്. 5G ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റ് ഷെയർ. ഹാൻഡ്സെറ്റ് പോയെങ്കിലും ലോകത്തിന്റെ ഡേറ്റ പൈപ്പുകൾ നോക്കിയ എത്രത്തോളം നിയന്ത്രിക്കുന്നു? സ്റ്റാഫിംഗ് ആൻഡ് ലേ ഓഫ് റേഷ്യോസ്. 2026 പ്രഖ്യാപിക്കപ്പെട്ട 14,000 ജോലി വെട്ടിക്കുറയ്ക്കലുകൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ എന്ത് മാറ്റം വരുത്തുന്നു? മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഹിസ്റ്ററി. മൈക്രോസോഫ്റ്റ് ഡീലിന് സമാനമായ ഇൻസൈഡർ എക്സിറ്റുകൾ മറ്റ് ടെക് കമ്പനികളിൽ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. നിയമവും സദാചാരവും പാവപ്പെട്ടവന് മാത്രം ബാധകമായ ഒന്നാണ്. മുകളിലേക്ക് പോകുന്തോറും അവിടെ നിയമങ്ങളില്ല, പകരം കോർപ്പറേറ്റിന്റെ കണക്കുകൾ മാത്രം. കാരണം മൂലധനത്തിന് ധാർമ്മികതയില്ല, അതിന് കൃത്യമായ റിസ്ക്കും ലാഭവും തമ്മിലുള്ള അനുപാതം മാത്രമേ ഉള്ളൂ.